ഹബീബിങ്ങളെ ബലിഷ്ഠമായ പെരടി തൂലുൽ മർബൂഅ, വിശാലമായ ചുമലാണ്, വിരിഞ്ഞ നെഞ്ചാണ്. എന്റെ ഹബീബിന്റെ നെഞ്ചിൽ നിന്ന് താഴോട്ട് ഒരു രോമരാശി ഇറങ്ങിയിട്ടുണ്ട്. എന്റെ ഹബീബിന് കുംഭവയറില്ല, ഒട്ടിയ വയറുമല്ല. അനസ് തങ്ങൾ പറയട്ടെ, നെഞ്ചും വയറും സമമാണ്. 3 ചുളിവുകള്. ചെറുപ്പക്കാരെ, നിങ്ങൾ 6 പാക്കിന് വേണ്ടി ജിമ്മിൽ പോകുന്നവരല്ലേ? എന്റെ ഹബീബിന്റെ വയറില് മനോഹരമായ 3 കൊച്ചു ചുളിവുകളുണ്ട്. പുരുഷ പൗരുഷ സൗന്ദര്യമേ, എന്റെ റസൂലുള്ളാന്റെ കൈകാലുകൾ നീണ്ടതാണ്. എന്റെ നബി ചമപ്പാണോ അല്ല, കറുപ്പാണോ അല്ല, വെളുപ്പാണോ അല്ല, ചമപ്പും വെളുപ്പും കലർന്ന ഗോതമ്പിന്റെ സ്വർണ്ണ വർണ്ണമേ മുഹമ്മദ് മുസ്തഫ. എന്റെ നബി 63 കൊല്ലക്കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും കോട്ടുവായിട്ടിട്ടില്ല. എന്റെ നബി സൂര്യനഭിമുഖമായി നടന്നാല് ഇപ്പുറത്ത് നിഴല് വരൂല്ല. എന്റെ നബി ഉറങ്ങുമ്പോഴ് കണ്ണുറങ്ങിയാലും കൽബുറങ്ങില്ല. എന്റെ നബി മുന്നിൽ കാണുന്നത് പോലെ പിറകിലും കാണുന്നവരാണ്. എന്റെ നബി മൂത്രിച്ചാ കാഷ്ടിച്ചാല് അത് ഭൂമി അവശേഷിക്കില്ല. എന്റെ നബി ഏത് സദസ്സിലിരുന്നാലോ ശിരസ് അവരുടേതാണ് ഉയർന്നു നിൽക്കുന്നത്. എന്റെ നബി ഒരു വഴിയിലൂടെ നടന്നുപോയാല് മണിക്കൂറുകളോളം അത്തറിന്റെ മണമാണ്. എന്റെ നബിയുടെ കയ്യിലൊന്ന് തൊട്ടാല് യമനി പട്ടിന്റെ മാർദ്ദവമാണ്. എന്റെ റസൂലുള്ളാന്റെ കയ്യിന് ഹിമത്തണുപ്പാണ്. അത് മൂന്നാറിലെ അസഹ്യമായ മഞ്ഞിന്റെ തണുപ്പല്ല, അത് വയനാട്ടിലെ കോടമഞ്ഞിന്റെ തണുപ്പല്ല, മിതശീതോഷ്ണമായ മനോഹരമായ ഒരു തണുപ്പാണ്. എന്റെ നബി 63 കൊല്ലമാണ് ജീവിച്ചത്. പ്രശോഭിതമായ 63 കൊല്ലം. ഹബീബിങ്ങളെ, ഹബീബിങ്ങളെ, ഈ 63 കൊല്ലക്കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും എന്റെ നബിയുടെ ശരീരത്തിൽ ഒരീച്ച വന്നിരുന്നിട്ടില്ല, ഒരു കൊതുക് വന്നിരുന്നിട്ടില്ല, ഒരു പ്രാണി വന്നിരുന്നിട്ടില്ല. അതാണ് മുഹമ്മദ് മുസ്തഫ.